സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സർ, നമ്മുടെ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അദ്ദേഹം നിയമിച്ചിരിക്കുന്നത് രത്തൻ കേൽക്കർ എന്ന ഉദ്യോഗസ്ഥനെയാണ്. ഏറ്റവും പേരെടുത്ത, ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിലെ കാര്യങ്ങൾ നിർവഹിച്ച രത്തൻ കേൽക്കർ എന്ന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥനെയാണ്. സർ, രത്തൻ കേൽക്കറിനെ അദ്ദേഹം നിയമിക്കുമ്പോൾ ഇവിടുത്തെ CPMകാർ വീണ്ടും ചില സ്വന്തമായിട്ട് സംഭവിച്ച വീഴ്ചകളൊക്കെ തന്നെ വെച്ചുകൊണ്ട് പറയുകയാണ്. വീഴ്ചകളല്ല, സ്വന്തമായി കാട്ടിയതൊക്കെ തന്നെ മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അതെ രത്തൻ കേൽക്കറിനെ ആക്കിയിരിക്കുന്നു, അദ്ദേഹത്തിനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കിയത് VD സതീശൻ്റെ സംഘീബന്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സാർ, എന്താണ് സാർ ഇതിൽ താങ്കൾക്ക് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. പൂച്ചയ്ക്ക് എന്താ പൊന്നിരിക്കുന്നിടത്ത് കാര്യം? ഒരാള് വൻ ഭൂരിപക്ഷത്തോടെ ഒരു മുന്നണി ജയിച്ചു, ആ മുന്നണി അധികാരത്തിലേറി, ആ മുന്നണി അവർക്ക് ഇഷ്ടമുള്ള ആളെ സെക്രട്ടറിമാരായിട്ട് നിയമിക്കുന്നു. പ്രതിപക്ഷത്തിന് ഇവിടെ യാതൊരു കാര്യമില്ല. ഇനി ഇവർ പറയുന്ന ഈ ന്യായം ആത്മാർത്ഥമായിട്ടാണ് അവർ പറയുന്നതെങ്കിൽ അവർ പറയേണ്ട മറ്റൊന്നും കൂടിയുണ്ട്. തനി RSSകാരനായ, BJPക്കാരനല്ല, അങ്ങേയറ്റ RSSകാരനായ ഗവർണർ മുമ്പാകെ ഇവരെല്ലാം അതുകൊണ്ട് ആ മുഴുവൻ തന്നെ ചെയ്യില്ല. അത്തരം ന്യായങ്ങളൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്നത്. കൂടാതെ വന്ദേമാതരം അതിന്റെ പൂർണ്ണ രൂപത്തിൽ ത്വം ഹി ദുർഗ ദശപ്രഹരണ ധാരിണി എന്ന ഭാഗമെല്ലാം ഉൾപ്പെടെ ഈ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും ഏറ്റുചൊല്ലിയില്ലേ? മുസ്ലിം ലീഗ് അത് ഏറ്റുചൊല്ലിയില്ലേ? അവരാരും പ്രതിഷേധിച്ചില്ലല്ലോ. പ്രതിഷേധിച്ചത് അടുത്ത വർഷം മാത്രമല്ലേ. അപ്പോ പൂർണ്ണ രൂപത്തിലുള്ള വന്ദേമാതരം പാടി, അതുപോലെ തന്നെ RSSകാരനായ ഗവർണറുടെ അടുത്തത് സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. ഇതൊക്കെ RSSുമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവല്ലേ എന്ന് ചോദിക്കുന്ന ബാലിശത മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നിലപാടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ലാതെ അതിനപ്പുറം അതിലൊരു ഗൗരവമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇയാള് ഈ പറഞ്ഞ സെക്രട്ടറി RSSോ BJPയോ ഒക്കെ ആണെന്ന് പറയുമ്പോൾ എനിക്ക് RSSകാരനും BJPക്കാരനുമായിട്ടുള്ള എനിക്ക് വലിയ അഭിമാനമാണ്. കാരണം എന്തെങ്കിലും കൊള്ളാവുന്ന പണി ആരെങ്കിലും ഏൽപ്പിക്കണമെങ്കിൽ അത് RSSകാരെ തന്നെ ഏൽപ്പിക്കണം എന്നുള്ളൊരു തെളിവാണ്. ഞാന് ഈ പറഞ്ഞ രത്തൻ കേൽക്കർ RSS ആണോ BJP ആണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ഈ നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ RSSന്റെ പേരിൽ അല്ല BJPയുടെ പേരിൽ ചാർത്തി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് നന്മകളൊക്കെ BJPയുടെ RSSന്റെയുമാണ്, മെരിറ്റുള്ളവരൊക്കെ BJPക്കാരും RSSകാരുമാണ്, ദേശീയതയെക്കുറിച്ച് പറഞ്ഞാൽ അത് RSS ആണ് എന്നൊക്കെ പറയുമ്പോൾ ഇവര് ഞങ്ങൾക്ക് വലിയൊരു ബഹുമതി ചാർത്തി തരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതെന്തിനാണ് അവർ പറഞ്ഞതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. അതായത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഒരു മുന്നണി എന്ന പേരുദോഷം മാറ്റാൻ, കണ്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി RSS ആണ് BJP ആണ് എന്നുള്ള ഒരു ആരോപണം കൊണ്ടുവന്നിട്ട് അങ്ങനെ മുഖ്യമന്ത്രി RSSകാരെ സെക്രട്ടറി ആയിട്ട് വെച്ച് ഭരിക്കാമെങ്കിൽ മുസ്ലിം ലീഗുകാർക്ക് ഏത് തീവ്രവാദിയെയും സെക്രട്ടറി ആയിട്ട് വെച്ചുകൂടെ എന്നൊരു കുയുക്തിയാണ് അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ വർഗീയ ധ്രുവീകരണത്തിന്റെ ഒരു പാതയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് കമ്മ്യൂണിസം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഹ്യൂമനിസം എന്ന് പറഞ്ഞാലും, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം പറഞ്ഞാലും, ലെനിനെയും മാവോയെയും കൊണ്ടുവന്നാലും ഒന്നും ഒരു രക്ഷപ്പെടുകയാണ്. ഇതവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോസ്റ്റർ, ബാനർ, ബോർഡ് ഒക്കെ നോക്കൂ. അവിടെ കാർൽ മാർക്സ് ഇല്ല, എംഗൽസ് ഇല്ല, അവിടെ സ്റ്റാലിൻ ഇല്ല, ലെനിൻ ഇല്ല. പണ്ടിവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെല്ലാം പടിയിറക്കി വിട്ടു. അത് കഴിഞ്ഞ് ഇപ്പൊ AKG ഇല്ല, EMSും ഇല്ല, പിണറായി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിണറായി സത്തിലേക്ക് ചുരുങ്ങി. ഇങ്ങനെ പ്രത്യയശാസ്ത്രപരമായി ഒറ്റപ്പെട്ടു പോയ, കേവലം വ്യക്തി അധിഷ്ഠിതമായ താരാരാധനയിൽ മാത്രം അഭിരമിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരംതാണു പോകുമ്പോൾ അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ നിലനിൽപ്പ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഗംഭീരമായി തിരിച്ചടിക്കുന്നുണ്ട്. ഞങ്ങളുടേതായ അഭിപ്രായമുണ്ട്. ഞങ്ങൾ ഇപ്പോഴും RSSനും BJPക്കും എതിരാണ്. ആ പോരാട്ടം ഞങ്ങൾ തുടരും. മറിച്ച് കോൺഗ്രസ് ഒക്കെയാണ് BJP RSSുമായിട്ട് യോജിച്ചു പോകുന്നത് എന്നൊക്കെയുള്ള വില കുറഞ്ഞ, കാലഹരണപ്പെട്ട, ആരും വിശ്വസിക്കാത്ത
ആരോപണങ്ങളിലാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. ഭാഗ്യവശാൽ അവർ തന്നെ തീറ്റിപ്പോറ്റി വളർത്തുന്ന കുറെ മീഡിയ കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്നതുകൊണ്ട് അവർക്ക് ആ രീതിയിൽ തന്നെ കുറെ സപ്പോർട്ടും കിട്ടും. പക്ഷെ വോട്ട് കിട്ടുകയില്ല. കഴിഞ്ഞ തവണ സപ്പോർട്ടൊക്കെ മീഡിയയ്ക്കുണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റു പലരും ഉണ്ടായിരുന്നു, പക്ഷെ വോട്ട് കിട്ടിയില്ലല്ലോ. ഇത് തന്നെ ആയിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി വരാൻ പോകുന്നത്. അതിന്റെ തെളിവാണ് ഇത്തരം ആരോപണങ്ങൾ. അല്ല സാർ, ഇത് സാർ പറയുമ്പോൾ സാറ് പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ അവർ ഇതിന് എതിരാണ് എന്ന് പറയുമ്പോഴും സാർ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്ലേ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. സാർ, ഇന്ന് ഞങ്ങളുടെ ഓഫീസ് ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ മത്സരിച്ച CPIയുടെ കാൻഡിഡേറ്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കവിയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം വോട്ട് തേടി ചെന്നപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഇങ്ങനെ ജാതി തിരിച്ച് പെരുമാറുന്ന ഒരു സമൂഹം ഈ കേരളത്തിൽ ഉണ്ട് എന്ന് വേദനയോടെ ഓർക്കുന്നു എന്ന രീതിയിലൊരു കമൻറ്റും വന്നു. സാർ, ഇതൊക്കെ പറയാൻ ഇവർക്ക് എന്ത് യോഗ്യത എന്ന് മറിച്ച് ചോദിക്കുകയല്ലേ? തീർച്ചയായിട്ടും അവർക്ക് യോഗ്യതയുണ്ട് അയ്യപ്പദാസ്. ഇത് പറയാനും ചോദിക്കാനുമുള്ള യോഗ്യത അവർക്ക് ആവോളം ഉണ്ട്. കാരണം അവരാണ് ഈ കേരളം ഭരിച്ചത്, അവരാണ് കേരളത്തെ ഇങ്ങനെ ആക്കിയത്. പിന്നെ അവർക്ക് എന്ത് യോഗ്യത? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ വർഗീയത ഉണ്ടാക്കിയത് അവരാണ്, ജാതീയത ഉണ്ടാക്കിയത് അവരാണ്, മനുഷ്യനെ തമ്മിൽ അകറ്റിയതവരാണ്. അപ്പോൾ ഈ വിഭാഗീയ ചിന്താഗതി തുടങ്ങിയതവരാണ്, വളർത്തിയതവരാണ്. അതൊക്കെ അവർക്ക് വോട്ട് ബാങ്കിന് വേണ്ടിയായി. നമുക്കറിയാം, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തില് ജാതിയുടെ വാല് മുറിച്ചവരാണ് ഇവിടുത്തെ ഉന്നതന്മാർ. മന്നത്ത് പത്മനാഭ പിള്ള മുറിച്ചു കളഞ്ഞു. MP മന്മഥൻ നായർ മുറിച്ചു കളഞ്ഞു. കേളപ്പൻ നായർ മുറിച്ചു കളഞ്ഞു. അങ്ങനെ ധാരാളം പേര് വാല് മുറിച്ചു കഴിഞ്ഞപ്പോ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ എന്താ ചെയ്തത്? EMS പേര് മുറിച്ചു കളഞ്ഞിട്ട് ജാതി മാത്രം വെച്ചു. മറ്റുള്ളവർ പേര് നിലനിർത്തിയിട്ട് ജാതി വാല് മുറിച്ചപ്പോ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്തു? പേര് മുറിച്ചിട്ട് ജാതി വാല് വെച്ചു. നമ്പൂതിരിപ്പാട്, അച്യുത മേനോൻ, സുരേഷ് കുറുപ്പ്, ഇങ്ങനെ അവര് അത് തന്നെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ജാതി മതം എന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അവർ ഉപയോഗിച്ചു. അതിൽ അവര് അധികാരം ഏൽക്കുകയും ചെയ്തു. നേരെ മറിച്ച് നോക്കണം, കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിലൊക്കെ ചെന്നാൽ പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി വിഭാഗങ്ങൾ വളരെ അഭിമാനപൂർവ്വം അവരുടെ ജാതി സ്വീകരിക്കുന്നുണ്ട്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, നിങ്ങൾ ജാതി വെക്കുന്നത് ശരിയാകില്ല. ഈഴവന്, പട്ടികജാതി, പട്ടികവർഗം, ആദിവാസി ഇവരാരും ജാതി വാലി വെക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? അത് കമ്മ്യൂണിസ്റ്റുകാരനെ അനുവദിച്ചില്ല. അല്ലെ കമ്മ്യൂണിസ്റ്റുകാരൻ പറയാനായിരുന്നു, നിന്റെ ജാതി നിനക്ക് അഭിമാനമാണ്, നീ അധ്വാനിക്കുന്ന വർഗമാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് പേരിന്റെ കൂടെ ഈഴവൻ, പുലയൻ, പറയൻ ഇതൊക്കെ വെക്കണമെന്ന് പറഞ്ഞു. ആരെങ്കിലും പറഞ്ഞു കൊടുത്തില്ലല്ലോ. അവരെന്താ ചെയ്തത്? അവര് നമ്പൂതിരിപ്പാട്, നായനാര്, മേനോന്, കുറുപ്പ് ഇതെല്ലാം അവരങ്ങ് വെച്ച് ആഘോഷിച്ചതല്ലാതെ ഉയർത്തിപ്പിടിക്കാൻ അവർ പഠിപ്പിച്ചില്ല. പേരിനൊപ്പം അവന്റെ ജാതി ഉയർത്തിപ്പിടിക്കും. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അതിന്റെയൊക്കെ ഫലമാണ് കേരളത്തില് അധമജാതി അല്ലെങ്കിൽ അവർണജാതി, സവർണജാതി എന്ന വേർതിരിവ് ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു കാലഘട്ടത്തിൽ നവോത്ഥാനത്തിന്റെ മേഖലയിൽ ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും കല്ലുമാല സമരവും ഒക്കെ നടത്തിയതാണ്. ആ സമയത്തൊന്നും ഇവിടെ കമ്മ്യൂണിസം ഇല്ല. ഇവിടെ ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാവരെയും സ്കൂളിൽ കയറ്റുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസം ഇല്ല. പെരുവഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ കമ്മ്യൂണിസം ഇല്ല. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ കമ്മ്യൂണിസം ഇല്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇവിടെ കടന്നു വന്നിട്ടില്ല. അങ്ങനെ നവോത്ഥാനത്തിന്റെ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെ ഹിന്ദു നവോത്ഥാനം ഉണ്ടാക്കി, സാമൂഹ്യ നവോത്ഥാനമാക്കി അതിനെ സാക്ഷാത്കരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ തുടങ്ങിയിട്ടില്ല. എന്നിട്ട് പിന്നീട് കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിന്റെ എല്ലാം തലതൊട്ടപ്പന്മാർ ഞങ്ങളാണെന്നും എന്ന നിലപാടിൽ വെട്ടുകാലി മമ്മൂഞ്ഞായിട്ട് അഭിനയിക്കുക ചെയ്തു. കേരളത്തിലെ പാവപ്പെട്ട ജനതയിൽ ഒരു വിഭാഗത്തെ ആ വ്യാജ പ്രചരണത്തിൽ കൂടെ നിർത്താൻ അവരുടെ കയ്യിൽ കിട്ടിയ അധികാരം അവർ ആവോളം ഉപയോഗിക്കുകയും ചെയ്തു. അതായത് പാഠപുസ്തകങ്ങളിലൊക്കെ ഇത്തരം ആശയങ്ങൾ കൊണ്ടുവന്നു, പത്രമാധ്യമങ്ങളിൽ ഇത് കൊണ്ടുവന്നു, പൊതുവേദികളിൽ അത് കൊണ്ടുവന്നു. അങ്ങനെ കമ്മ്യൂണിസം ഈ നവോത്ഥാനത്തെ ഹൈജാക്ക് ചെയ്താണ് കേരളം പിടിച്ചടക്കിയത്. ഇന്ന് കേരളം ആ യാഥാർത്ഥ്യം തിരിച്ചറിയുക. അങ്ങനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുവന്ന് മതന്യൂനപക്ഷങ്ങളുടെ കീഴിൽ പോയി വിടുപണി എടുക്കുകയും എന്നാൽ ഭൂരിപക്ഷ ഹിന്ദുവിനെ തകർക്കുകയും ചെയ്യുക. ഇപ്പൊ നമുക്ക് അറിയാമല്ലോ, ഇടതുപക്ഷ മുന്നണിക്ക് 37% വോട്ട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ആ 37-ൽ 35% വോട്ട് ഹിന്ദു വോട്ടാണ്. 2% ഉള്ളൂ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട്. അതെ, ഏതായാലും സാർ ഞാൻ സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ഏതായാലും സാർ, നമ്മളിപ്പോൾ പറഞ്ഞു തുടങ്ങിയിടത്തേക്ക് തന്നെ പോകുന്നു. ഇതൊക്കെ പറയാൻ ഇവർക്ക് എന്ത് അവകാശം? അല്ലേ, ഇവർ തന്നെയല്ലേ ഇതെല്ലാം
ഇവിടെ ജനങ്ങളുടെ മേൽ ഈ വിഷം കുത്തിവെച്ചത് ഇവർ തന്നെയല്ലേ? ഏതായാലും നമുക്ക് തുടർന്നും ഇത്തരം വിഷയങ്ങൾ സാറുമായിട്ട് സംസാരിക്കാനിരിക്കാം. വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. ഇതൊരു വലിയ ടോപ്പിക്കാണ്, നമുക്ക് തുടർന്നും ഇരിക്കാം. നന്ദി. താങ്ക് യു സാർ.